ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല മധുരമുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നത്. ക്രീമി ബ്രെഡ് പേടയും മിൽക്ക് പേടയുമാണ്. അപ്പോൾ ഇത് രണ്ടാണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഒരൊറ്റ ഫീലിംഗ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത ടേസ്റ്റിലുള്ള, കാണാനും അതുപോലെ ടേസ്റ്റ് ചെയ്യാനും നല്ല വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തരം സ്വീറ്റ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ എല്ലാവരും കാണാം. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് വേണം. ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കുക. ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 500 ml ഒരു കപ്പിൽ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ 1 ലിറ്റർ പാൽ ഇതിലേക്ക് വേണം. ഇനി സ്വീറ്റ്സിന്റെ അളവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പാലിന്റെ അളവും ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവും ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ പാല് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുക. അപ്പോൾ നമ്മൾ നല്ല സ്വീറ്റ്സ് തന്നെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മുന്തി നിന്നോട്ടെ, കുറച്ചധികം തന്നെ ചേർക്കുക. അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയുടെ ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാൽപ്പൊടി ഒരിക്കലും ഡയറക്റ്റ് പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് ഒരു 100 ml നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടുള്ള വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി കിട്ടും. ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും പാൽപ്പൊടി പാലിലേക്ക് ചേർക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള വെള്ളമല്ല നമ്മൾ ചേർക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു വരും. ഇനി ഈ മിക്സ് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാൽപ്പൊടി മിക്സാക്കാൻ പോകുന്ന സമയത്ത് പാൽ ഇളക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പാല് തിളച്ചൊന്നും പോവില്ല. ഇനി ഈ പാൽപ്പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ പാൽപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പാലൊക്കെ തിളക്കാൻ പോകുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടി പോകരുത്. അപ്പോൾ ഈ സ്വീറ്റ്സിന് ഒരു കുത്ത് വരും. അപ്പോൾ കുറച്ച് തന്നെ ചേർത്താൽ മതി. ഒരു 3/4 ടീസ്പൂൺ മാക്സിമം ചേർത്താൽ മതി. ഇത് കൈവിടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി എടുക്കുക. നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് കുറച്ചൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. ഞാൻ 100 ml ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അൽമറായുടെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ പാലിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ആവശ്യമുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്ത, കുറച്ച് ബദാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നട്ട്സൊക്കെ റെഡിയാക്കുന്ന നേരത്തെ നമ്മൾ പാലിൻ്റെ കാര്യം മറക്കരുത്. ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അടി പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ആദ്യം ഈ നട്ട്സൊക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ പാല് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം.
നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് ഇപ്പോൾ കറക്റ്റ് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ ബാക്കിയുള്ള പാല് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഈ ബൗളിലുള്ളത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ക്രീമി ബ്രെഡ് പേടയ്ക്ക് വേണ്ട ക്രീമാണിത്. അപ്പോൾ ഇത് പകുതി ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നട്ട്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ടൈറ്റായിട്ട് വരണം. ടൈറ്റായിട്ട് വരുന്നവരെ കൈവിടാതെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവായി കിട്ടണം. അതുവരെ നമ്മൾ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരണം. അങ്ങനെ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാന് ചൂടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ കുഴലെങ്ങാനും വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരന്നു വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി, മുഴുവനായിട്ട് ആക്കണ്ട. പരന്നു വന്നാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഷേപ്പാക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഈ സമയം കൊണ്ട് തന്നെ ചൂടാറിയിട്ടുണ്ടാവും. ആ ക്രീം ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച മുഴുവൻ ക്രീമും ഒഴിച്ചു കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയും കൂടെ ഉണ്ടെങ്കിൽ ചെറിയ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഗ്രീന് റെഡ് ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പുഡിങ് രണ്ടും ഉണ്ടാക്കി നോക്കുക. ഞാനിതൊരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ചെറുതായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ സൈഡിൽ ക്രാക്ക് വരുമ്പോൾ സൈഡിലും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ രണ്ടാമത്തെ സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മിൽക്ക് പേട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ എളുപ്പമാണ്, കാരണം ഒരൊറ്റ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് 2 തരം സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബ്രെഡ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇതൊരൊറ്റ ഫില്ലിങ് വെച്ച് റെഡിയാക്കാന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ ഒരു സിമിലാരിറ്റി ഇതിനില്ല. രണ്ടും 2 വ്യത്യസ്തമായിട്ടുള്ള സ്വീറ്റ്സ് ആണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ക്രീമി ബ്രെഡ് പേട ടേസ്റ്റ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഈ ക്രീമിലൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് തണുപ്പിക്കാൻ ഒരിക്കലും മറക്കരുത്. തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഞാൻ തണുപ്പിച്ചിട്ടുണ്ട്. ഇനി ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പുറത്തുള്ള ക്രീമിൻ്റെ ടേസ്റ്റും ഉള്ളിൽ ആ പേടയുടെ ഒക്കെ ടേസ്റ്റും ബ്രെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു
പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്യാം. ഇതും ഗംഭീര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, കാരണം ഒരൊറ്റ ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ മതി. 2 വ്യത്യസ്തമായിട്ടുള്ള സ്വീറ്റ്സ് റെഡിയാക്കുകയും ചെയ്യാം. ഒറ്റ ഫില്ലിംഗ് തന്നെയാണെങ്കിലും രണ്ട് വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരുപാട് നല്ല റെസിപ്പീസുമായി നിങ്ങൾക്ക് മുന്നിൽ വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.